ഒരു അംഗൻവാടിയിലെ സർവ്വ ചെലവ്, മുട്ട, പാല്, പച്ചക്കറി, ഗ്യാസ്, ഇതിനൊക്കെ ചെലവാക്കാൻ ഞങ്ങൾ ഏത്. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ. വനിതാ ശിശുവികസന വകുപ്പ് എന്ന് പറയുന്ന ഒരു വകുപ്പ് എന്ന് പറയുന്നത് ശരിക്കും അംഗൻവാടി ജീവനക്കാരുടെ ശമ്പളം കൊണ്ട് മാത്രം നടപ്പായി പോകുന്ന ഒരു വകുപ്പായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഒരു അംഗൻവാടിയിലെ സർവ്വ ചെലവ്, മുട്ട, പാല്, പച്ചക്കറി, ഗ്യാസ്, ഇതിനൊക്കെ ചെലവാക്കാൻ ഞങ്ങൾ ഏതെങ്കിലും ഒരു സമയത്താണ് നമുക്ക് ഇതെല്ലാം. അതുപോലെ വാടകക്കാരുടെ അവസ്ഥ ഭയങ്കര കഷ്ടമാണ്. 10,000-3,000 രൂപ വാടക കൊടുത്ത് കഴിയുന്നവര് 2,000 രൂപ ഓഫീസിൽ നിന്ന് കൊടുക്കും, ബാക്കി ജീവനക്കാരുടെ കയ്യിൽ നിന്നാണ് കൊടുക്കുന്നത്. അതുപോലെ മുട്ട, പാല് ഒക്കെ നമുക്ക് ഒരു കാരണവശാലും ഒരു മാസത്തിൽ കൂടുതൽ അവധി തരത്തില്ല. ഒരു കടക്കാരും നമുക്ക് ആ സാധനത്തിന്റെ പൈസ വരെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പൊ ഞങ്ങൾക്ക് പാൽ വിതരണത്തിൽ ഒരു പ്രശ്നം വന്നത്, ഇപ്പൊ നമുക്ക് 12 കുട്ടികളുള്ള ഒരു അംഗൻവാടി ആണെങ്കിൽ 12 കുട്ടികൾക്ക് 3 കവർ പാല് മേടിക്കണം, 1.5 ലിറ്റർ പാല്. ആ 1.5 ലിറ്റർ പാല് നമ്മൾ മേടിച്ചുകൊണ്ട് അംഗൻവാടി ചെല്ലുമ്പോഴായിരിക്കും 10 കുട്ടികളെ വന്നോളെന്നറിയുന്നത്. ബാക്കി ആ 10 കുട്ടികൾക്ക് കൊടുത്തതിന്റെ ബാക്കി പാല് ഒന്നുകിൽ വർക്കറും ഹെൽപ്പറും കാച്ചി കുടിച്ചോ അല്ലെ വീട്ടിൽ കൊണ്ടുപോകോ, ഇതൊക്കെയാണ് സൂപ്പർവൈസർമാർ പറയുന്നത്. കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ പൈസ തരുകയില്ല. നമുക്ക് ചായ വെക്കാനുള്ള പാല് നമ്മൾ വീട്ടിൽ മേടിക്കുന്നില്ലേ, നമ്മൾ രാവിലെ ചായ കുടിച്ചിട്ടാണ് വരുന്നത്. നമുക്കിപ്പം അംഗൻവാടിയിലും കൂടെ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്ത് മൊത്തം പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു സ്റ്റേജിലാണ് അംഗൻവാടിക്കാരും ജീവനക്കാരും ഇപ്പൊ എത്തിയിരിക്കുന്നത്. അലോട്ട്മെന്റ് CBയുടെ ആണെങ്കിലും ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് നടത്തുന്നതിന് 250 രൂപ വെച്ചുണ്ട്. ആ 250 രൂപയുടെ ഒരു മീറ്റിംഗ് നടത്തണമെങ്കിൽ ഞങ്ങൾ 400 രൂപയെങ്കിലും മുടക്കണം. നമുക്ക് ചായ, കടി, അതുപോലെ അവർക്ക് ആവശ്യമുള്ള CBI നടത്തുന്നതിന് ആവശ്യമുള്ള ചാർട്ട് പേപ്പർ, അങ്ങനെയുള്ള കാര്യങ്ങൾ മേടിക്കുന്നതിനാണ് നമുക്ക് ഈ പൈസ. അത് ഞങ്ങളുടെ ഫണ്ട് വന്നത് ഏകദേശം 5-6 മാസത്തെ ഫണ്ട് ലാപ്സായി പോവുകയുണ്ടായി. അതിന് കിട്ടുമെന്ന് പോലും അറിയത്തില്ല. ഇതെല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മൾ മുടക്കിയ പൈസയാണ്. അതുപോലെ ഇൻസെന്റീവ് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അതുപോലെ നമുക്കൊരു ഫോണ് ഇപ്പൊ തരൂ എന്ന് പറയുന്നതല്ലാതെ ഞങ്ങളുടെ ഫോണൊക്കെ മേടിച്ചിട്ട് 1 വർഷം ആകുന്നതിന് മുമ്പ് മൊത്തം ഹാങ്ങായി പോവുക. പോഷൻ ട്രാക്കറിന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ സ്വന്തം ഫോണിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ നമ്മുടെ സാലറി കയറുന്നതെന്ന് പറയുന്നാല് സ്റ്റേറ്റ് ഷെയർ, പഞ്ചായത്ത് ഷെയർ, സെൻട്രൽ ഷെയർ, ഈ 3 ഷെയർ ആയിട്ടാണ് കയറുന്നത്. ഒരെണ്ണം ആദ്യം കയറും, അത് ഇതിലെല്ലാം കൊടുത്ത് തീർന്നു കഴിയുമ്പോൾ അടുത്തത് കയറും. സെൻട്രൽ ഷെയർ ഞങ്ങൾക്ക് കുറെ 4 മാസമായിട്ട് 29-ാം തീയതി 30-ാം തീയതി കയറുന്നത്. ഞങ്ങള് ശരിക്കും പറഞ്ഞാൽ അഭിമാനം നഷ്ടപ്പെടുത്തി ജോലി ചെയ്യുന്ന ഒരു വിഭാഗമായിട്ട് മാറുക. ഞങ്ങൾ എത്ര പട്ടിണിയാണേലും എത്ര ദാരിദ്ര്യമാണെങ്കിലും ഞങ്ങൾ മുറുക്കി പിടിച്ച ഒരു അഭിമാനം ഉണ്ടായിരുന്നു. അത് ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക്. നമുക്ക് 10 പൈസയുടെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വായ്പ തരാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും. ഇപ്പൊ എന്റെയൊക്കെ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞപ്പോ ഇവിടുന്ന് ആനിമേറ്റീസ് വിളിച്ചു, ടീച്ചറെ പൈസ വേണോ, കൊച്ചിന് അയച്ചു കൊടുക്കാൻ വേണോ? പക്ഷെ നമുക്കൊരു അഭിമാനം ഉണ്ടല്ലോ, നമുക്ക് ജോലി ചെയ്ത് കിട്ടുന്ന പൈസയും കൊണ്ട് നമ്മൾ ചെലവ് നടത്തി ജീവിച്ചവരാ. ഈ ഓണം വരുവാണ്, ഞങ്ങളുടെയൊക്കെ ഓണം പട്ടിണിയിലായി പോകാനായിട്ടായിരിക്കും സാധ്യത. 6 മാസം മാർച്ച് കിട്ടേണ്ട പൈസ 3000 രൂപ ഇവിടെ ചോദിച്ചപ്പോഴത്തേന് അത് വേറെ ആരുടെയും അക്കൗണ്ടിലാണ് പോയെന്നാ പറഞ്ഞത്. CDPIക്ക് പരാതി കൊടുത്തു, ജില്ലാ ഓഫീസർ കൊണ്ട് പരാതി കൊടുത്തു, ക്ലർക്കിനെ വിളിക്കുമ്പോൾ ക്ലർക്ക് നമ്പർ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുക. CDPI പറഞ്ഞ ആ പൈസ എനിക്ക് കിട്ടത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈസ വേണം, ഞങ്ങൾ കഷ്ടപ്പെട്ട പൈസയാണ്. ജോലി ചെയ്യാൻ പറ്റാത്ത ജീവനക്കാരെ മാറ്റട്ടെ, ജോലി ചെയ്യാൻ പറ്റാത്ത ജീവനക്കാരെ മാറ്റട്ടെ, ക്ലർക്കിനെ മാറ്റട്ടെ, CDPI മാറ്റട്ടെ. ഇവിടെ ചുവ ജോലി ചെയ്യാനുള്ള അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് വന്ന് ചെയ്യട്ടെ. ഇന്ന് 5 പൈസ പോലും പോയിട്ടില്ല. 10 പൈസ പോലും ആരുടെയും നഷ്ടപ്പെട്ടു പോകത്തില്ല. കൃത്യസമയത്ത് പൈസയും ശമ്പളം കിട്ടുമായിരുന്നു. സ്പാർക്കൗട്ടാണെന്ന് പറഞ്ഞാൽ എല്ലാ മാസം കുറെ ജീവനക്കാരെ സ്പാർക്കൗട്ടാണ്. ശ്രീ ശങ്കരാചാര്യയിൽ +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കാൻ നിരവധി കോഴ്സുകൾ. വരും വർഷങ്ങളിലെ തൊഴിൽ സാധ്യത മുന്നിൽ കണ്ട് അപ്ഡേറ്റ് ചെയ്ത മികച്ച സിലബസ്, ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ തയ്യാറാക്കിയിരിക്കുന്ന ഡിജിറ്റൽ ക്ലാസ് റൂമുകൾ, ലാബുകൾ, സെൻട്രലൈസ്ഡ് പ്ലേസ്മെന്റ് സെല്ലിലൂടെ മികച്ച തൊഴിൽ നേടാൻ അവസരം. തൊഴിലാണ് ലക്ഷ്യമെങ്കിൽ ശ്രീ ശങ്കരാചാര്യ.